ഹൃദയത്തിലേക്ക് വിരല് ചൂണ്ടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവനെ കാണിച്ചിരിക്കുകയാണ്. ഡിയർ സൺ, ദിസ് ഈസ് യുവർ പ്രോബ്ലം. നിനക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിനക്കൊരു പ്രശ്നമുണ്ട്. യു ആർ എ ലവർ ഓഫ് സെൽഫ്. ആ സെൽഫിന്റെ സെന്ററിൽ കത്തി വീണിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം. സെൽഫിന്റെ ഡയറക്റ്റ് വേരിൽ കത്തി വീഴാത്ത ഭക്തിയുടെ വേഷം ധരിച്ച് സഭയിൽ നൂണ് കടന്ന വ്യക്തികൾ, ക്രൂശിന്റെ വചനം ഇടർച്ചയായി തീർന്നിട്ട് അതിനോട് ഒഫൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ, ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാത്തതുകൊണ്ട് അവർക്ക് സെൽഫിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയുന്നില്ല. സെൽഫ് സെന്റേർഡ് ആയിട്ട് ആക്ടിവിറ്റീസിൽ മുമ്പോട്ട് പോകുന്നവർ, ഒഫൻഡഡ് ആവുന്നവർ, മറ്റുള്ളവരത്ത് കൈപ്പുള്ളവർ, പിണങ്ങുന്നവർ, എങ്ങനെയുള്ളവർ. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സെൽഫിനെ മരിക്കാനായിട്ട്, ക്രൂശിന്റെ അതിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. നിങ്ങളുടെ മക്കൾ റിബല്യൻ മക്കളായി തീരും. ഞാൻ പറയുന്നത് രക്ഷയ്ക്കുള്ള മാർഗമാണ് സുവിശേഷം പറഞ്ഞിരിക്കുന്നത്. രക്ഷ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള രക്ഷയാണ്. ജഡത്തെ മരിപ്പിക്കാത്ത ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയുള്ള വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ കുഞ്ഞുങ്ങൾ റിബല്യസ് ആയി തീരും. ജഡത്തെ മരിപ്പിക്കാത്ത വ്യക്തികൾ ദൈവസഭയിൽ ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഏറ്റെടുത്തില്ല എങ്കിൽ അവർക്കൊരു ശരീരമായി തീരാനായിട്ട് കഴിയത്തില്ല. കുടുംബത്തിൽ അവർക്കൊരു ശരീരമായി തീരാനായിട്ട് കഴിയത്തില്ല. അതാണ് ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന. എന്താണ്? മക്കൾ, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഒരു വൺ ബോഡിയായി തീരും. ഒരു ശരീരമായി ഭാര്യയ്ക്കും ഭർത്താവിനുമായി തീരണമെങ്കിൽ ക്രൂശ് അതിന്റെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കുടുംബത്തിൽ അവർക്കൊന്നായി തീരാനായിട്ട് കഴിയത്തില്ല. അതേപോലെ തന്നെ ദൈവസഭയിലും ഒരു ശരീരമായി തീരാനായിട്ട് കഴിയത്തില്ല. ഇതാണ് ആദ്യത്തെ പ്രശ്നം. അന്നേരം കർത്താവിന്റെ സുവിശേഷം ആദ്യത്തെ പ്രശ്നത്തിലാണ് ആദ്യം കത്തിവെക്കാൻ പറയുന്നത്. ഇവിടെ വേറൊരു വ്യക്തി വരികയാണ്. കർത്താവ് പറയാൻ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് കർത്താവ് കടക്കുകയാണ്. കർത്താവ് പറയാണ്, നിനക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ താഴ്ത്തി വെച്ചു. അപ്പോൾ ഒരു കുറവാണ് നിനക്കുണ്ട്. അത് കേട്ട് പറയാണ്, കർത്താവ് പറയാണ്, വൺ തിങ് യു ഹാവ് ലാക്കിംഗ്. ഒരു കാര്യം നിനക്കുണ്ട്. നിന്റെ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്, ഒരു കാര്യം നിനക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? നിന്റെ ഹൃദയം ദ്രവ്യാഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യു ആർ എ ലവർ ഓഫ് മണി. അതാണ് ഇവന്റെ പ്രശ്നം. ഇവന്റെ പർട്ടിക്കുലർ പ്രശ്നത്തിലേക്ക് കർത്താവ് വരുന്നത്. അന്നേരം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവര് പറയാണ്, 36 വാക്യം, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കും. അന്നേരം ശിഷ്യന്മാർക്ക് മനസ്സിലായി. എന്താണെന്നറിയാമോ? സാൽവേഷൻ മെസ്സേജിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ